ത്രിയേക ദൈവത്തിന് സ്തുതി. സഭയുടെ ഓരോ ആഴ്ചകളും കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് സഭ ധ്യാനിക്കുന്നത്. എവ്രി സൺഡേ വി ഫോക്കസ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓരോ ഞായറാഴ്ചയും യേശുവിൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും തൃത്വത്തിലൂടെ യേശുവിനെക്കുറിച്ചും മനസ്സിലാക്കുന്ന സഞ്ചാരങ്ങളാണ്. ഈ കാലം പ്രത്യേകമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ധ്യാനിക്കുന്ന കാലമാണ്. വലിയ നോമ്പിന് ശേഷം യേശുക്രിസ്തു മരണത്തെ അനുഭവിച്ച്, മരണത്തെ സ്വീകരിച്ച്, മരണത്തെ ഏറ്റെടുത്ത്, അതിനെ തകർത്ത്, അതിന്മേൽ ജയം നേടി ഉയർത്തെഴുന്നേറ്റ കർത്താവായി, ജയാളിയായ കർത്താവായി, തനിക്ക് മുന്നേ പോയവരോട് സുവിശേഷം അറിയിച്ച കർത്താവായി തീർന്ന പ്രത്യക്ഷതകളെ ധ്യാനിക്കുന്ന വലിയ കാലം. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതകളെ വേദപുസ്തകം ധ്യാനിക്കുന്നുണ്ട്. ബൈബിൾ ഗീവ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദി പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസസ് ഓഫ് ജീസസ്. വേദപുസ്തക പഠിതാക്കൾ പറയുന്നതനുസരിച്ച് 4 സുവിശേഷങ്ങളിലുമായും മറ്റ് രേഖപ്പെടുത്തലുകൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ 12 തവണയാണ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷനായിരിക്കുന്നത്. രസകരമാണ് ഈ സംഖ്യ എന്ന് നമുക്ക് തോന്നാം, എങ്കിലും അത് നമുക്കൊരു ധ്യാനം ആണ്. So the Jesus after the resurrection appeared 12 times to the community, to Mary Magdalene, to those who were closed inside a room, to Thomas the doubter, then to those who walk on the road of Emmaus, and so on and so forth. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഉചിതനായ കർത്താവ് നിയോഗം നൽകി അയക്കുന്ന കർത്താവാണ്. ഈ കർത്താവിനെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നൽകുന്നതായ പ്രത്യക്ഷത, അഭിമുഖീകരണം, എൻകൗണ്ടർ, കോൺവെർസേഷൻ, അതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈ പ്രത്യക്ഷത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: When they had finished breakfast, Jesus said to Simon Peter, Simon, son of John, do you love me more than these? അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ എന്ന് അവൻ മറുപടി പറയുകയും, എൻ്റെ ആടുകളെ പാലിക്ക എന്ന് യേശു കർത്താവ് അവനോട് ഉത്തരം പറയുകയും ചെയ്യുന്നു. മൂന്നാമതും ഇതേ ചോദ്യം ചോദിക്കുന്നു. ഈ സംഭാഷണമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നാം ഒന്ന് സൂക്ഷിക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു ഫാൻറ്റം പോലെ നിലത്ത് തൊടാത്ത ഒരു മാജിക്കൽ റിയാലിറ്റി അല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് വളരെ സജീവമായി, വളരെ ശക്തമായ സാന്നിധ്യമായി പ്രസൻ്റാണ് അവരുടെ കൂടെ. പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് ചേർന്ന് ആയിരിക്കുന്ന കർത്താവ്, നടക്കുന്ന കർത്താവ്, വർത്തമാനം പറയുന്ന കർത്താവ്. അതേസമയം ഈ കർത്താവ് അവരപ്പം നുറുക്കുമ്പോൾ അപ്രത്യക്ഷനാകുന്ന കർത്താവാണ്. വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന കർത്താവാണ്.
So, on the one hand, this is a risen body, this is a transformed bodily presence. On the other hand, this is a cosmic body. ഈ കർത്താവ് ശിമോൻ പത്രോസിനെ കാണുകയാണ്. എന്തുകൊണ്ടാണ് ശിമോനെ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വോക്കലായ, ഏറ്റവും എക്സ്പ്രസീവായ, ഏറ്റവും സംഭാഷണത്തിന് മുൻകൈയെടുക്കുന്ന, ഏത് ചോദ്യം യേശു ചോദിച്ചാലും പൊതുവെ മറുപടി പറയാൻ സന്നദ്ധനായ, തീർച്ചയായും ചില ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ് സൈമൺ പീറ്റർ. അതുകൊണ്ടായിരിക്കാം സൈമൺ പത്രോസിനെ യേശു തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ സംഭാഷണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് ശിമോൻ പത്രോസ്. തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞപ്പോൾ ആണയിട്ട് പറഞ്ഞവനാണ്. എന്നാൽ യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞവനാണ്. തള്ളിപ്പറഞ്ഞത് ഓർത്ത് ദുഃഖിച്ചവനുമാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ശിമോൻ പത്രോസിനെ കാണുമ്പോൾ ഇവിടെ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ് ഇല്ല. ദൈവം മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് ഒരു ക്രോസ് എക്സാമിനേഷന് വേണ്ടിയല്ല. ദൈവം ചരിത്രത്തെ അഭിമുഖീകരിക്കുന്നത് ഒരു ക്രോസ് എക്സാമിനേഷന് വേണ്ടിയല്ല. അവനോടൊരു വാക്കും യേശു ചോദിച്ചില്ല. അവനോട് അതിനെക്കുറിച്ചൊരു വാക്കും യേശു ഓർമ്മപ്പെടുത്തിയതുമില്ല. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: മടങ്ങി വരുന്നവനെ ഇരട്ടി സ്നേഹത്തോടെ കൈക്കൊള്ളുന്നതാണ് വേദപുസ്തകം. മടങ്ങി വരുന്നവരെ ഇരട്ടി സ്നേഹത്തോടെ കൈക്കൊള്ളുന്നു. കൈക്കൊള്ളുക മാത്രമല്ല, തേടിച്ചെല്ലുന്നതാണ് ദൈവസ്നേഹം. ഇവിടെ യേശു ചോദിക്കുന്ന ചോദ്യങ്ങൾ രസകരമാണ്. യേശു ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി, ഇവയിൽ അധികമായി, ഈ സംഭവിച്ചതിനൊക്കെയും അപ്പുറത്തായി. Sometimes we may think, do you love me more than these things? Sometimes we may think, do you love me more than these happenings? Sometimes we have to go a little beyond and see that, do you love me more than everything that happened through the years in you, around you and with me? ഈ കഴിഞ്ഞതിനൊക്കെ അപ്പുറത്തായ ഒരു സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷൻ നിനക്കുണ്ടോ? ഇതൊരു ഗൗരവമായ ചോദ്യമാണ് ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നത്. ആർ യു ഗ്രൗണ്ടഡ് ഓൺ ദി ലവ് ടുവേർഡ്സ് ഗാഡ്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. നമുക്കറിയാം, ഇന്നത്തെ സ്ലീഹാഭാഗം, അവിടെ ഒരു വാക്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:14 വാക്യം. അതിങ്ങനെയാണ്: കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. Knowing that he who raised the Lord Jesus will raise us also with Jesus and bring us with you into his presence. അതുകൊണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനം യേശുവിൻ്റെ കൂടെയുള്ള സകലരുടെയും പുനരുജ്ജീവനവും പുനരുദ്ധാനവുമാണ്. By this meeting, Peter is resurrecting again. Peter is coming back again. അങ്ങനെ പത്രോസിനെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ഇൻ്ററാക്ഷനാണിത്. അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. റെസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലമായി അവൻ മടങ്ങി വന്നു, അവൻ്റെ പൊസിഷനിലേക്ക് ഇരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ റൈറ്റ് ഫൗണ്ടേഷനിലേക്ക് അവനെ ഇരുത്തി എന്നാണ്. വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്? ഞാനും നിങ്ങളും ദൈവത്തെ എന്തിനാണ് അനുഗമിക്കുന്നത്, അനുധാവനം ചെയ്യുന്നത്, ആരാധിക്കുന്നത്? നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാകയാൽ അവനോടുള്ള സ്നേഹം നിമിത്തം, അവൻ്റെ സ്നേഹം നാം അനുഭവിക്കുന്നതിനാൽ അവനോടുള്ള സ്നേഹം നിമിത്തം. ഇലന്തൂർ മാർത്തോമ വലിയ പള്ളിയുടെ പഴയ പള്ളിയുടെ കവാടത്തിൽ ഇങ്ങനെ ഒരു വാചകം എഴുതി വച്ചിട്ടുണ്ട്: വരുവീൻ നാം വണങ്ങി അവനെ നമസ്കരിക്കുക. സർവ സൃഷ്ടിയും അവനെ ആരാധിക്കുന്നതിൻ്റെ, അവനെ അനുഗമിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദൈവിക സ്നേഹം ആയിരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ലഹരിയെക്കുറിച്ച്,
ലഹരിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരാളമായി നാം ചിന്തിക്കുന്ന കാലമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പോലീസ് ഓഫീസർ എടുത്ത ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലഹരി എന്താണെന്നോ ലഹരിയുടെ സൈഡ് എഫക്റ്റ് എന്താണെന്നോ പറയാനല്ല ഞാൻ വന്നത്, മറിച്ച് സ്നേഹത്തിനൊരു ലഹരിയുണ്ടെന്നും കുടുംബങ്ങളിലും ബന്ധങ്ങളിലും ആ ലഹരി വ്യാപരിക്കണമെന്നും ആ സ്നേഹത്തിൻ്റെ ലഹരിയിലൂടെ ജീവിതത്തിൻ്റെ ഒരു ലഹരിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത്തരം താഴ്ന്ന ലഹരികൾ ഏക്കത്തില്ലെന്നും അദ്ദേഹം ആഞ്ഞു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിൻ്റെ മതിൽ കെട്ടി വേണം, ആദരവിൻ്റെ മതിൽ കെട്ടി വേണം നമ്മുടെ വീടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. യേശു ശിമോൻ പത്രോസിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന വാക്ക് സ്നേഹിക്കുന്നുവോ എന്നാണ്. എന്താണ് സ്നേഹം? സ്നേഹം വേദപുസ്തകം അനുസരിച്ച് ഒരാൾ തൻ്റെ ജീവനെ മറ്റേയാൾക്ക് വേണ്ടി അർപ്പിക്കാനുള്ള സന്നദ്ധതയാണ്. ദ റെഡിനെസ് ടു സറണ്ടർ ആൻഡ് സബ്മിറ്റ് വൺസ് ലൈഫ് ഫോർ ദി അതർ. അതാണല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിൽ നീ ഫൗണ്ടഡ് ആണോ? ഈ സ്നേഹമാണോ നിൻ്റെ ഫൗണ്ടേഷൻ? പത്രോസിനോട് അത് ചോദിച്ചു. 3 തവണയും പത്രോസിനെ ഉറപ്പിക്കുകയാണ്. ദിസ് ഈസ് എൻ ഇൻ്റർവെൻഷൻ ഓഫ് റെസ്റ്റോറേഷൻ ആൻഡ് ദിസ് ഈസ് എൻ അപ്പിയറൻസ് ഓഫ് കൺഫർമേഷൻ. അവനെ ഉറപ്പിക്കുകയും കൂടെയാണ്. ഈ 3 തവണ ഏറ്റുപറയിപ്പിക്കുക എന്നുള്ളത് ഒരു ജൂയിഷ് ട്രഡിഷനാണ്. റെപ്പറ്റീഷനിലൂടെയാണ് കൺഫർമേഷൻ ഉണ്ടാവുന്നത്. ജർമ്മനിയിലെ ഏറ്റവും കണ്ടംപററി ഫിലോസഫറായ പീറ്റർ സ്ലോട്ടർഡൈക്ക് എന്ന് പറഞ്ഞ ആളാണ്. പീറ്റർ സ്ലോട്ടർഡൈക്ക് ഈ അടുത്ത കാലത്തെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. ആന്ത്രപ്പോസീൻ എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ദ പവർ ഓഫ് റെപ്പറ്റീഷൻ. ഹ്യൂമൻ ബീയിങ്ങിന് ചില റെപ്പറ്റീഷൻ ആവശ്യമാണ്. വീണ്ടും 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 പറയിപ്പിക്കുകയാണ്, ആവർത്തിക്കുകയാണ്, അവനെ കൺഫേം ചെയ്യിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏൻഷ്യൻ്റായ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്, ആത്മാവ് കൊണ്ട് പറയിപ്പിച്ചു, ബുദ്ധി കൊണ്ട് പറയിപ്പിച്ചു, മനസ്സുകൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പറയിപ്പിക്കുന്ന 3 തലത്തിലും കൺഫേം ചെയ്യിപ്പിക്കുന്ന ഒരു കോൺവെർസേഷനാണിത്. ഓരോ തവണയും ദേവാലയത്തിൽ വരുമ്പോൾ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ ആ കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ ഏറ്റമധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? നിന്റെ സ്നേഹം സത്യമാണോ? ആ സ്നേഹത്തിലേക്ക് എന്നെയും നിങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുന്നതാണ് ഓരോ ആരാധനയും ഓരോ കൂദാശയും. എനിക്ക് തോന്നാറുണ്ട്, ഓരോ കൂദാശകളിലും എന്നെയും നിങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുന്ന, പുനഃശക്തീകരിക്കുന്ന സ്നേഹത്തിലേക്ക് ദൈവം വിളിക്കുകയാണ്. 3-മതായിട്ട് യേശു ഇവിടെ ചെയ്യുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ഉത്തരവാദിത്തമാണ്, ട്രാൻസ്ഫർമേഷനാണ്. 1-മത് പറഞ്ഞത് റിസ്റ്റോറേഷനാണ്, 2-മത് പറഞ്ഞത് കൺഫർമേഷൻ ആണ്, 3-മത്തേത് ട്രാൻസ്ഫർമേഷനാണ്. അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ആ ആളിനെ മടക്കി വരുത്തി അപ്പോസ്തോലിക ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അയക്കുന്നതാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത. കർത്താവ് പ്രത്യക്ഷനാവുന്നത് തൻ്റെ സഭയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകാൻ വേണ്ടിയാണ്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളും ചെയ്ത് ബലപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമുക്കറിയാം, പത്രോസ് പണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്, വെള്ളത്തിൽ വീണുപോയവനാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ ഈ പത്രോസ് ചെയ്തത് വൻ കാര്യങ്ങളാണ്. ഈ പത്രോസിൻ്റെ നിഴൽ വീണാൽ ആൾക്കാർക്ക് സൗഖ്യം വരുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് പത്രോസ്. അതുകൊണ്ട് ഞാനൊരു പുസ്തകം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പൊടി പോലെയുള്ള, മണൽത്തരി പോലെയുള്ളവനെ പാറയാക്കി മാറ്റുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. മണൽത്തരി പോലെ തൂകിപ്പോകാവുന്നവനെ പാറയാക്കി മാറ്റുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. തൻ്റെ ജീവിതത്തിൽ ഒരു നാളും ഇനി പഴയതുപോലെ ആവുകയില്ലെന്നുള്ള ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരം നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യക്ഷതയാണ് ഇത്. പത്രോസ് ഇനി മുതൽ കർത്താവിൻ്റെ വലിയ മിഷണറിയായിട്ട് മാറുകയാണ്. താൻ പോയ ദേശങ്ങളിലൊക്കെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന, ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന യാത്ര പത്രോസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, യൂറോപ്യൻ സിവിലൈസേഷനെയും യൂറോപ്പിനെയും നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിൻ്റെ സിംഹാസനം, പത്രോസിൻ്റെ സുവിശേഷ
സുവിശേഷവേല, പത്രോസിൻ്റെ നാമത്തിലുള്ള അനേകം ശുശ്രൂഷകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? യേശു നൽകിയ ഒരു ട്രാൻസ്ഫർമേഷൻ വഴിയാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നാം ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ന്യായവിസ്താരം ചെയ്യാൻ വേണ്ടി, ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി അല്ല വരുന്നത്, മറിച്ച് എന്നെയും നിങ്ങളെയും യഥാസ്ഥാനപ്പെടുത്താൻ, ടു റീഇൻസ്റ്റേറ്റസ്, നമ്മളെ സ്ഥിരീകരിക്കാൻ, ടു കൺഫേം അസ് ടു അവർ ഒറിജിനൽ ഐഡൻറ്റിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന്, ദൈവസ്നേഹമായിരിക്കണമെന്നുള്ള കൺഫർമേഷൻ തരുവാൻ, വെറുതെ കൺഫേം ചെയ്യുക മാത്രമല്ല, ടു ട്രാൻസ്ഫോം അസ് ഇൻ ടു ഹിസ് ഡിസൈപ്പിൾസ്. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു പ്രസംഗം കേട്ടു. അത് PP ജോബ് അങ്കിളിൻ്റേതായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, എല്ലാ വർഷിപ്പിനും 2 മുഖമാണുള്ളത്. കം ടു വർഷിപ്പ് ഗോഡ് ആൻഡ് ഗോ വിറ്റ്നസിങ് ഗോഡ്. കർത്താവിലേക്ക് വരിക, അവനെ ആരാധിപ്പാൻ, അവൻ്റെ സാക്ഷികളായി മടങ്ങിപ്പോവുക. പത്രോസിനോട് യേശു പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയിക്കുന്നവരായി മടങ്ങിപ്പോവുക. പ്രിയമുള്ളവരെ, ഈ ധ്യാനം പല സ്ഥലങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തള്ളിക്കളയുന്ന കർത്താവല്ല, തന്നെ തള്ളിപ്പറഞ്ഞവനെ ഏറ്റുപറയുന്ന കർത്താവ്, തന്നെ തള്ളിപ്പറഞ്ഞവനെ ചേർത്തു പിടിക്കുന്ന കർത്താവ്, തന്നെ തള്ളിപ്പറയുന്നവനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവ്. ഈ കർത്താവ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മളെ രൂപാന്തരപ്പെടുത്തും, പുതിയ ശക്തിയിലേക്ക്, പുതിയ നിയോഗം നൽകും. നിയോഗം നൽകുന്നത് പാവനരായ ആൾക്കാർക്ക് മാത്രമല്ല, വഴിതെറ്റിപ്പോയവരെ മടക്കി വരുത്തി നിയോഗം നൽകുന്ന ഈ കർത്താവ്, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വാസ്തവമായി സഭയുടെ യാത്രയിൽ കൂടെയുണ്ട്. ഈ ആഴ്ചത്തെ ധ്യാനം ഇതായിരിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 12 തവണ പലയിടങ്ങളിൽ പ്രത്യക്ഷനാവുമ്പോൾ പ്രത്യേകമായി പത്രോസിന് നൽകുന്ന ഈ പ്രത്യക്ഷത സഭയ്ക്ക് ആകമാനമുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കും. ബിക്കോസ് ഹി ലീവ്സ്, വി ക്യാൻ ലീവ് ആൻഡ് ഫേസ് ടുമോറോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.